ഇസ്രായേലിലെ ഗലീലിൽ ഇന്നലെ റോക്കറ്റ് വീണതിൽ ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ദുബായിയുടെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സെൻറ്ററിൽ ഒരു കെട്ടിടത്തിന് തീ പിടിക്കുന്നു. പല സ്ഥലങ്ങളിലും ഡ്രോൺ അറ്റാക്ക് ഉണ്ടാക്കുന്നു. കുറേ ഡ്രോണുകൾ തിരിച്ചടിക്കുന്നു. ഇറാൻ്റെ കയ്യിലുള്ള മിസൈൽ ശേഖരം അവസാനിക്കുന്നില്ല. ഇത് 14 ദിവസവും തുടർച്ചയായി അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറയുന്നില്ല, കൂടുന്നില്ല, ഏതാണ്ട് ഒരേ താളത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ബെയ്റൂട്ടിലേക്ക് ഇവർ തിരിച്ചാക്രമിക്കുന്നുണ്ട്. ഇസ്രായേൽ തിരിച്ചാക്രമിക്കുന്നുണ്ട്. ഇസ്രായേൽ തിരിച്ചാക്രമിക്കുന്നു. ഇറാനെ തവിടുപൊടിയാക്കുന്ന ബോംബിങ്ങും തുടരുന്നു. പക്ഷേ മിസൈലുകളുടെ ബാരേജ് അവസാനിക്കുന്നില്ല. ഒന്നുമില്ല. ഇത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് തീരണം, യുദ്ധം അവസാനിക്കണമെങ്കിൽ. ഇന്ന് റംസാൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. 1980 മുതൽ അത് ക്വിറ്റ്സ് ഡേ, അതായത് പലസ്തീൻ ദിനമായി ആചരിക്കുന്നുണ്ട് ഇറാൻ. ലോകമെങ്ങും പ്രകടനങ്ങൾ നടത്തണമെന്നാണ് ആഹ്വാനം. ഇന്നും അവിടെ ക്വിറ്റ്സ് ഡേയുടെ പ്രകടനം നടന്നു. അപ്പോൾ പ്രസിഡന്റ് പെഷസ്ക്യാൻ വരുന്നു, ലാറിജാനി വരുന്നു, വിദേശകാര്യമന്ത്രി അരാച്ച് വരുന്നു, അവരുടെ ജുഡീഷ്യൽ കൗൺസിലിലെ ചീഫ് വരുന്നു. പരസ്യമായി തെരുവിൽ ജനങ്ങളുടെ കൂടെ പ്രകടനം നടത്തുന്ന ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വം. ഏതിറാൻ? അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ ഒരു വീടിനകത്തിരിക്കുമ്പോൾ ഹണ്ട് ചെയ്തു പോയി അമേരിക്കയും ഇസ്രായേലും കൊന്നുകളഞ്ഞ ആ ഇറാനിൽ യുദ്ധം 14-ാം ദിവസമാകുമ്പോൾ ഇറാനെ തീമഴ കൊണ്ട് പുതപ്പിക്കുമ്പോൾ ഇറാൻ്റെ ഔദ്യോഗിക നേതൃത്വം പരസ്യമായി തെരുവിൽ വെല്ലുവിളിക്കുകയാണ്, പരസ്യമായി പ്രകടനം നടത്തുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പുല്ലുവില കൊടുക്കുന്നു എന്നാണ്. ഇനി ഈ ഒരു പ്രകടനം, ഈ ഒരു ജാഥ നടക്കുമ്പോൾ ഇത് വെറുതെ പോയതല്ല. അതിനെതിരെ ഇറാൻ്റെ അറ്റാക്ക് ഉണ്ടായി. ഒരു സ്ത്രീ മരിച്ചു, നിരവധി ആൾക്ക് പരിക്കേറ്റു. അതായത് ലാറിജാനി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ മിസൈലുകൾ വീണു, ആക്രമണം ഉണ്ടായി, പിരിഞ്ഞു പോയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് എ മിറക്കിൾ. ഇങ്ങനൊരു സ്റ്റേറ്റിലുണ്ടോ? ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന്, നിങ്ങളെ കൊല്ലുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും ആകാശത്ത് നിങ്ങൾക്ക് ഒരു ഡിഫൻസും ഇല്ലെന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നു, എവിടെ നീങ്ങും ഞങ്ങൾക്കറിയാമെന്നിരിക്കെ ഇറാൻ്റെ രാഷ്ട്രീയ നേതൃത്വം തെരുവിൽ നടന്നിട്ടൊരു 2 മണിക്കൂറേ ആവുന്നുള്ളൂ. 2 മണിക്കൂർ എന്ന് പറഞ്ഞ സംഭവമാണ്. പുല്ലാണ് ഇസ്രായേലിനെ. അമേരിക്കയെ ഭയമേ ഇല്ല എന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വം നിൽക്കുകയാണ്. അൺബിലീവബിൾ. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് താഴെ തട്ടിലുള്ള അണികൾക്കും സൈന്യത്തിനും ഒക്കെ കൊടുക്കുന്ന ഒരു വികാരം എന്തായിരിക്കും? അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആയുധ ശേഖരത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പുതിയ വിവരം വരുന്നത് ഇറാൻ്റെ യുറേനിയം ശേഖരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു വാർത്ത കൂടെ വരികയാണ്. ഒരു മലനിരകളുടെ അടിയിലേക്ക് ഈ സാധനം മാറ്റി എന്നതിനെക്കുറിച്ചുള്ള മറ്റു ചില അറിയിപ്പുകൾ കൂടി വരുന്നു. അതും ഇറാൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ തകർത്തുകൊണ്ടേയിരിക്കുന്ന ഇറാനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചാൽ ഇത് തകർക്കാന്നുള്ളതാണ്. അതേസമയം ഇറാനോ ഒരു നിവൃത്തിയുമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അണുബോംബ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കണം എല്ലാവരും പറയുന്ന ഒരു സ്ഥലത്ത് അതുണ്ടാക്കുകയും തൊടുത്തുവിടാനും ശ്രമിച്ചാൽ എന്ത് ചെയ്യും? 1. 2, ഇന്ന് നടക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പോഴും ഹോർമൂസ് കടലെടുക്ക് തുറന്നിട്ടില്ല. ജയശങ്കറിൻ്റെ ഒരു ട്വീറ്റുണ്ട്. ഇന്നും ഞാൻ അരാച്ചിയുമായി സംസാരിച്ചു. നമ്മുടെ ഇഷ്യൂസും പിന്നെ ബ്രിക്സിൻ്റെ ഇഷ്യൂസും സംസാരിച്ചു. ബ്രിക്സിൻ്റെ എന്ത് ഇഷ്യൂ സംസാരിച്ചു എന്നാ? ഇപ്പോൾ എന്ത് ബ്രിക്സ്? ഒന്നുമില്ല, കപ്പൽ കടത്തി വിടണം. അപ്പോൾ ജയശങ്കറിൻ്റെ ട്വീറ്റിൻ്റെ താഴെ ലോകമെങ്ങുമുള്ള ആളുകൾ ട്വീറ്റ് ചെയ്യുന്നുണ്ട്. 185 കുട്ടികളെ കൊന്നപ്പോൾ തിരിഞ്ഞു നോക്കാതിരുന്ന ഇന്ത്യ ഇപ്പോൾ എണ്ണയ്ക്ക് വേണ്ടി വന്ന് ഇറക്കുകയാണ്. നമ്മൾക്കൊക്കെ വലിയ അപമാനമാണ്. ഇപ്പോഴാണോ വരുന്നത്? ഒരു കാരണവശാലും ഇവന്മാരെ വെറുതെ വിടരുതെന്ന് ഇന്ത്യക്കാരെ മുഴുവൻ തെറി വിളിക്കുകയാണ് ട്വിറ്ററിൽ. നോക്കൂ, നമ്മുടെ വിദേശ നയം പൊളിഞ്ഞ് പാളീസായതിൻ്റെ ലക്ഷണമാണ്. ഇന്നലെ പറഞ്ഞു, NDTV മുതലായ ചാനലുകൾ പറഞ്ഞു നമുക്ക് അനുവാദം കിട്ടി. ജയശങ്കർ അത് ട്വീറ്റ് ചെയ്തു. 2 കപ്പൽ വരികയും ചെയ്തു. 18-19 കപ്പലുകൾ ഇന്ത്യയുടെ മാത്രം ഹോർമൂസ് കടലിലേക്ക് കടക്കാനായി കാത്തിരിക്കുകയാണ്. അതിൻ്റെ അനുവാദമാണ് വേണ്ടത്. നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ ലൈഫ് ലൈനാണ്. ഈ LNG കപ്പലുകൾ എത്തിയില്ലെങ്കിൽ പെടും. ഇപ്പോൾ ഇന്ന് തന്നെ ഹോട്ടലുകൾ 50% പൂട്ടി എന്നുള്ളതാണ് വിവരം വരുന്നത്. പക്ഷേ ഈ ഒരു നിർണായക ഘട്ടത്തിൽ അത് കടത്തിവിടാനുള്ള നയതന്ത്ര ശ്രമം ഇന്ത്യ ആരംഭിക്കുമ്പോൾ വാസ് ഇറ്റ് ടു ലേറ്റ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ബുദ്ധിപരമായി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്ന സ്ഥലത്ത്, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായ സ്ഥലത്ത് ഇറാനോട് കൈപിടിച്ചപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇന്ത്യയുടെ ഊർജ്ജ സ്വാതന്ത്ര്യമാണ്, ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വസ്ഥമായ ജീവിതമാണ്. അരക്ഷിതത്വത്തിലേക്ക് കോടിക്കണക്കിന് മനുഷ്യരെ, 33 ലക്ഷം അടുക്കളകൾ എന്നൊരു കണക്കിന്നലെ പെട്രോളിയം മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഹോട്ടലുകൾ, നാളെ വീടുകൾ, അവിടേക്കാണ് പോകാൻ പോകുന്നത്. മറ്റൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. ഈ എണ്ണ $60 ഒരു ബാരലിന് $60 നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്.
അത് 100 വില കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല മോദി സർക്കാർ, കൂട്ടാൻ പറ്റുകയില്ല. കാരണം പണ്ട് 100 ഈ വില വെച്ചത്. പക്ഷേ എണ്ണ കമ്പനികൾ വളരെ ബുദ്ധിപരമായി ഒരു തീരുമാനം എടുക്കുകയാണ്. അത് നമുക്ക് നഷ്ടമാണല്ലോ, $40 കൂടുതലാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് എണ്ണ നമ്മൾ കൂടുതൽ വാങ്ങിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാലോ? അങ്ങനെ ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട്. അതായത് പ്രധാനപ്പെട്ട ഗ്യാസ് കമ്പനികൾ ഈ പമ്പ് ഉടമകൾക്ക് ഇത് കൊടുക്കും, ക്രെഡിറ്റ് കൊടുക്കും, കുറച്ചു കാലം കഴിഞ്ഞ് പൈസ തന്നാൽ മതി. അത് നിർത്തലാക്കി. വലിയ വലിയ കമ്പനികൾക്ക് പെട്രോളിനും ഡീസലിനും പെട്രോളിനും ക്രെഡിറ്റ് ഉണ്ട്, ഇളവുണ്ട്. $2 കുറച്ചാണ് കൊടുക്കുക. അത് ഫ്ലീറ്റ് കാർഡായിട്ടും അതുപോലെ തന്നെ ഈ ബൾക്ക് ബയേഴ്സിനും കൊടുക്കുന്നത്. അത് നിർത്തലാക്കുന്നു. കാരണം എന്താണെന്നറിയോ? കുറച്ച് വിറ്റാലല്ലേ, ഇത് എത്ര കുറച്ച് വിൽക്കുന്നോ അത്രയും കുറച്ച് നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു ബുദ്ധിയും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കാത്തൊരു വലിയ സാഹചര്യം നമുക്കുണ്ട്. നമുക്കറിയാവുന്നിടത്തോളം ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചത് ചർച്ച തുടങ്ങിയെന്നൊക്കെയാണ്. ഇന്നൊന്നും കേൾക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ വീടുകളിലേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ വരാൻ ഇനിയും സമയമെടുക്കുമെന്നൊരു വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. നമ്മുടെ സർക്കാർ നിരന്തരം ഇറാനുമായി സംസാരിക്കുന്നുണ്ട്, ലാർജാനിയുമായും വിദേശകാര്യമായി അറയാച്ചിയുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഹോർമൂസ് കടലിൽ കടന്നു പോരാനുള്ള ആ ലൈസൻസ്, ആ പച്ചക്കൊടി നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഈ നിമിഷത്തിലും മനസ്സിലാകുന്നത്.